ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അഭി വരുമ്പോഴത്തേനും നവ്യ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഏട്ടൻ ഇത് എന്താ പറ്റിയെന്ന് നിനക്കറിയാമോന്ന്. എനിക്കൊരു പിടുത്തവും ഇല്ല, ഞാൻ ചോദിച്ചിട്ടും ഏട്ടനൊന്നും പറഞ്ഞില്ല. പിന്നെ എനിക്കവിടെ വോയിസ് ഒന്നും ഇല്ലല്ലോ, അത് കാരണം എനിക്കൊന്നും ചോദിക്കാനും പറയാനൊന്നും പറ്റത്തില്ല. ഇവർ തമ്മിൽ നല്ല സ്നേഹമായിരുന്നല്ലോ, നമ്മൾ തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഞാൻ മാറിയപ്പോൾ ഇവർ തമ്മിലായി ബഹളം. എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴത്തേനും ആദർശേട്ടൻ പറഞ്ഞത്, നീ നിൻ്റെ ജീവിതം ശരിയാക്കാൻ നോക്ക്, അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇടപെടണ്ടെന്നാണ് പറഞ്ഞെന്ന് പറയും. നീ എന്തായാലും അത് അനിയോടൊന്ന് ചോദിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അനിയോട് ചോദിച്ചിരുന്നു, അവൻ പറഞ്ഞത് എന്താണെന്ന് അവനും അറിയത്തില്ലെന്നാണ് പറഞ്ഞെന്ന് പറയും. എന്തായാലും ഒരു ഡൈവോഴ്സിൻ്റെ കാര്യമൊക്കെ അവരവിടെ സംസാരിക്കുന്ന കേട്ടെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും എല്ലാവർക്കും അങ്ങ് ഞെട്ടലാണ്. നയനയോട് പറയുന്നുണ്ട്, ആദർശേട്ടൻ പറഞ്ഞു നയനേടത്തിയെ ഇനി ഡൈവോഴ്സ് ചെയ്തേക്കാമെന്നാണ് പറഞ്ഞു കേട്ടത്. അതിനൊന്നും മുത്തശ്ശനോ മുത്തശ്ശിയോ അമ്മാവന്മാരോ ആരും ഒന്നും എതിരും പറഞ്ഞില്ല, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേനും നയനയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. കനക നയനയോട് ചോദിക്കുന്നുണ്ട്, മോളെ എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് മോൾക്ക് കുറച്ച് ദിവസമോടൊക്കെ അവിടെ പിടിച്ച് നിൽക്കാൻ വയ്യായിരുന്നോ എന്ന്. അമ്മ ഇത് ചോദിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് അവസാനം ഇങ്ങി പോകുന്നത്. അമ്മയ്ക്കറിയാമല്ലോ, അതൊരു വലിയ വീടാണ്, 30 മുറിയൊക്കെ ഉള്ള വീട്. ആ വലിയ വീട്ടിൽ ഇങ്ങനെ വീർപ്പ് മുട്ടി എനിക്ക് കഴിയാൻ പറ്റത്തില്ലായിരുന്നു. അത് കാരണം ഞാൻ അവിടുന്ന് ഇങ്ങി പോകുന്നെന്നൊക്കെ പറയും. ഇനി എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല അമ്മ എന്നൊക്കെ പറയും. എന്തായാലും മോള് ഇനി കുറച്ചുകൂടെയൊക്കെ ഒന്ന് ക്ഷമിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കനക അങ്ങ് പോകുന്നുണ്ട്. ദേവയാനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ദേവയാനി മുറിയിലിരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. അവസാനം ഒരു രക്ഷയില്ലാതെ എഴുന്നേറ്റ് ആദർശിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് ചോദിക്കും, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത് ചോദിക്കും. എന്താ കാര്യം എന്ന് പറയും. നീ നയനെ വിളിച്ചുകൊണ്ട് വരുന്നില്ലെന്ന് ചോദിക്കും. അവളെ ഞാൻ വിളിച്ചുകൊണ്ട് വരുന്നില്ല, എനിക്കിനി അവളുമായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ലെന്ന് പറയും. നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ കാരണം വിഷുവിന് നമുക്ക് എന്ത് കോടികളുടെ വരുമാനം വന്നില്ലേ, അതുപോലെ തന്നെ നയന കളക്ഷൻസ് ഭയങ്കര ഡിമാൻഡായില്ലേ, അങ്ങനെയുള്ളപ്പോൾ അവളെ നമ്മൾ ഇങ്ങനെ കളയാവോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ കാര്യം ശരിയായിരിക്കും, പക്ഷേ അവൾ എനിക്ക് നല്ലൊരു ഭാര്യയല്ല, വിശ്വസ്തയല്ല എന്നൊക്കെ പറയും. അവൾ എന്ത് വിശ്വസ്തക്കേടാണ് നീ കാണിച്ചെന്നൊക്കെ ചോദിക്കും. നിന്നോട് കാണിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേന് പറയും, അതൊന്നും അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. നീ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളെ അങ്ങനെ വീട്ടിൽ നിർത്താൻ പറ്റുമോ? നേരത്തെ ആയിരുന്നെങ്കിൽ അച്ഛനും അമ്മയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ആരും അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയും. അമ്മയ്ക്കിനി പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല, ഞാനൊരു വക്കീലിനെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നയനയ്ക്കൊരു വക്കീൽ നോട്ടീസ് അയക്കണമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അതൊന്നും പറ്റത്തില്ല, നയനമോൾ അതുപോലുള്ള തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെന്ന്. നയനമോളോന്ന് ചോദിക്കും. അതെ, എന്താ നിന്നെക്കാട്ടിലും ഇളയതല്ലേ, അപ്പം മോളേന്ന് വിളിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയും. അവളെ എത്രയും പെട്ടെന്ന് നീ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറയും. എനിക്ക് അവളെ കാണാതിരുന്നിട്ട് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയും ആദർശ്. എനിക്ക് കുഴപ്പമുണ്ട്, അവളിവിടെ വേണം, എനിക്കത് അത്യാവശ്യമാണെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ആദർശിന് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. ആദർശ് പറയും, അമ്മയൊന്ന് വന്ന് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയും. എന്താ സംസാരിക്കാൻ പറയും. അമ്മ എന്തായാലും വാ, താഴേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. താഴെ വരുമ്പോഴത്തേന് മുത്തശ്ശനും മുത്തശ്ശി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോളെ എന്തൊക്കെയായാലും ഇവിടുന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല എന്ന് പറയും. അവളില്ലാതെ ഇവിടെ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ ദേവയാനി ഒന്ന് സത്യം തുറന്നു പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ആദർശിൻ്റെ മുമ്പിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേന് ദേവയാനിയും വിളിച്ചുകൊണ്ട് ആദർശ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഇവർ ചോദിക്കും, എന്താ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, അമ്മയ്ക്ക് ഇപ്പം നയനെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നയനെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാനായിട്ട് അമ്മ പറഞ്ഞെന്ന് പറയും. ആണോ ദേവയാനി എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. പക്ഷേ ദേവയാനിയൊന്നും മിണ്ടുന്നൊന്നുമില്ല, മുഖം കുനിച്ചിങ്ങനെ നിൽക്കുകയാണ്. അന്നേരം അങ്ങോട്ട് വരുന്ന ജയനും ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് നേരത്തെ മരുമോളെ കാണരുതായിരുന്നല്ലോ, ഇപ്പോൾ എന്നെ കാണാണോ എന്നുള്ള ഇങ്ങനെയുള്ള നിർബന്ധം പിടിക്കുന്നൊക്കെ ചോദിക്കും. അന്നേരം ദേവയാനി അങ്ങ് കുനിഞ്ഞ് നിൽക്കുകയാണ്. അമ്മ അങ്ങനെ തന്നെ പറഞ്ഞു, വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അന്നേരം എല്ലാവരും പറയും, എന്താ ദേവയാനി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പം മുത്തശ്ശി ചോദിക്കും, നിനക്ക് നിൻ്റെ മരുമോളെ ഇഷ്ടമില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയും. അത് ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ട് കുറേ നാളായി, അത് ഞാൻ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് സത്യങ്ങളൊക്കെ ദേവയാനി അങ്ങ് തുറന്നു പറയുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരിയൊക്കെ വരുന്നുണ്ട്. എന്ന് പറയും, എൻ്റെ മോളെ എനിക്കിനി കാണാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ എനിക്ക് കരൾ തന്ന ആരാണെന്നൊക്കെ തപ്പി ഞാൻ ഒരുപാട് നടന്നു, ഇവരാരും എന്നോട് പറഞ്ഞില്ല. അവസാനം ഓരോ സൂചനകൾക്കനുസരിച്ച് ഞാൻ ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ എൻ്റെ മരുമോളാണ് എനിക്ക് കരൾ തന്നെന്നറിഞ്ഞു. അന്നേരം പിന്നെ അവളെ 100% വെറുത്തിരുന്ന് ഞാൻ 1000 മടങ്ങാണ് അവളെ സ്നേഹിച്ചത്. എനിക്കിപ്പോൾ അവളെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, എൻ്റെ മരുമോളല്ല ഇപ്പം എനിക്ക് മകളാന്നൊക്കെ പറയും. ഞാൻ അവളെ അടുക്കളയിലൊന്നും കയറ്റാതിരിക്കുന്നത് അതുകൊണ്ടായിരുന്നു അമ്മേ, അവൾക്ക് വെച്ച് വിളമ്പാനായിരുന്നു എനിക്കിഷ്ടമെന്നൊക്കെ പറയും. അന്നേരത്തേനുടനെ അജയൻ പറയുന്നുണ്ട്,
ഏട്ടത്തി അതെല്ലാം ചെയ്യുമ്പോഴും വെറുപ്പോടെയും ദേഷ്യത്തോടു കൂടിയല്ലേ ചെയ്ത് നോക്കൂ. അതൊക്കെ ഞാൻ അങ്ങനെ പുറമേ കാണിച്ചിരുന്നെങ്കിലും എനിക്കുള്ളിൽ ഒരുപാട് സ്നേഹമായിരുന്നു എൻ്റെ മരുമകളോട്. ഞങ്ങളാണെങ്കിൽ ആ ഫംഗ്ഷനിൽ വെച്ചാണ് ഉള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയൊക്കെ ചെയ്തത്. എൻ്റെ മരുമകൾ എന്നെ വാച്ച് ചെയ്തതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ എന്നെ നിങ്ങളെല്ലാവരും കൂടി കളിപ്പിച്ച കാരണമാണ് ഞാനത് നിങ്ങളോട് ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത്. എൻ്റെ മോളത് അക്ഷരം പ്രതി പാലിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കാരണമാണ് മോൾ അങ്ങനെ പറയാതിരുന്നത്. കാര്യങ്ങളെല്ലാം അന്ന് ആദർശിനെ അറിയിക്കാമെന്ന് പറഞ്ഞാണ് മോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത്. എന്നിട്ട് അതൊന്നും കേൾക്കാൻ പോലും ഇവൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് സങ്കടം സഹിക്കാതെ എൻ്റെ മോളങ്ങ് തിരിച്ചു പോയതെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ഞങ്ങൾ നിന്നോട് തെറ്റ് ചെയ്തെന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ നിനക്ക് കരൾ തരാനായിട്ട് നയനമോൾ വന്നപ്പോൾ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാലും മോള് സമ്മതിച്ചില്ല, അത് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിനക്ക് തരുന്ന കാര്യം നീ അറിഞ്ഞിരുന്നേ നീ അത് സ്വീകരിക്കത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത്. പിന്നീടാണെങ്കിൽ പോലും നീ മോളോട് വെറുപ്പ് കാണിച്ച കാരണമാണ് പറയാതിരുന്നത്. പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞല്ലോ, ഇനി എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കൊണ്ടുവന്നുകൂടെ, എനിക്ക് എൻ്റെ മോളെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. അത് സങ്കടമൊക്കെ കാണുമ്പോഴത്തേനെ എല്ലാവർക്കും സങ്കടമാകുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് പറയും, മോനെ നീ ചെന്ന് അവളെ വിളിച്ചുകൊണ്ട് വാ, എനിക്ക് അവളെ കാണണം, അവളെ എനിക്ക് വേണം, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും, ഞാൻ ഇതിനൊന്നും മറുപടി പറയുന്നില്ല എന്ന് പറയും. നിനക്ക് എന്താ അഭിപ്രായം എന്ന് പറയും. എൻ്റെ അഭിപ്രായമൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആദർശ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് കാണുമ്പോഴത്തേന് ദേവയാനി, മോനെ നീ എന്താ ഒന്നും പറയാതെ പോകുന്നേ എന്നൊക്കെ ചോദിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.